ഈശോയിലെ സ്നേഹമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഈ ആഴ്ചത്തെ നമ്മുടെ വിചിന്തന വിഷയം. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന കർത്താവിനെയാണ് അവിടെ നമ്മൾ കാണുക. 3 കാര്യങ്ങളാണ് ഈ വചനഭാഗമായിട്ട് ബന്ധപ്പെട്ട് ചിന്തയിൽ വന്നത്. ഒന്നാമത്തേത്, തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വരുന്നവരുടെ വിശ്വാസമാണ് കർത്താവിന് അവിടെ സൗഖ്യം കൊടുക്കാനായിട്ട് കാരണമാകുന്നത്. തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വരുന്നവരുടെ ആഴമായ വിശ്വാസം സൗഖ്യത്തിന് കാരണമാകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ മധ്യസ്ഥ പ്രാർത്ഥന തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് സൗഖ്യത്തിന് കാരണമാകുമെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കൊച്ചു സംഭവം ഓർക്കുന്നത്, കാലടിക്കടുത്ത് ജീവിച്ചിരുന്നൊരു കുടുംബം. ആ കുടുംബത്തിൽ അപ്പൻ, അമ്മ, ഏക മകൻ. ഈ മകൻ 12-ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നടത്തിയിരുന്നത് കാലടിയിൽ തന്നെയാണ്. അവൻ്റെ മാതാപിതാക്കൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവനെ മൂവാറ്റുപുഴയ്ക്കടുത്ത് ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കുകയാണ്. ഒപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള കോളേജിൽ പഠനത്തിന് കൊടുക്കുന്നു. ഈ മകൻ 12-ാം ക്ലാസ് വരെ ദേവാലയത്തിൽ നിരന്തരമായിട്ട് വരികയും മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു മകനായിട്ട് വളരുകയും ചെയ്തൊരു കുട്ടിയാണ്. എന്നാൽ 6 മാസത്തെ തൻ്റെ കോളേജ് ജീവിതത്തിന് ശേഷം ഇവൻ തിരിച്ച് വെക്കേഷന് വീട്ടിലേക്ക് വരുമ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ കാര്യമായ മാറ്റം കാണുകയാണ്. അമ്മയ്ക്ക് വലിയ സങ്കടമായി. അതുവരെ നിരന്തരം പള്ളിയിൽ പോയിട്ടിരുന്ന ഈ മകന് പള്ളിയിൽ പോകാൻ താല്പര്യമില്ല. മാതാപിതാക്കളെ അനുസരിച്ചിരുന്ന ഈ മകന് മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുന്നത് തന്നെ ദേഷ്യമാണ്. അങ്ങനെ നിരവധിയായ മാറ്റങ്ങൾ ഇവൻ്റെ ജീവിതത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സങ്കടമായി. അമ്മ തൊട്ടടുത്തുള്ള ആശ്രമത്തിൽ ഒരു വൃദ്ധനായ വൈദികൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ സങ്കടങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. ഈ വൃദ്ധനായ വൈദികൻ ദേവാലയത്തിലേക്ക് പോയി. അവിടെ ചെന്ന് അദ്ദേഹം ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ നടത്തി തിരിച്ചു വന്നിട്ട് ഈ അമ്മയോട് പറയുന്നത് മകനെ വണ്ടി ഇടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അമ്മയ്ക്ക് വലിയ സങ്കടമായി. കാരണം തൻ്റെ മകൻ വണ്ടി ഇടിക്കാൻ വേണ്ടി ഒരു അമ്മ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? പക്ഷെ തൻ്റെ മകൻ്റെ വഴിവിട്ടൊരു ജീവിതം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും വന്ന് ഈ അമ്മ തൻ്റെ മകന് വേണ്ടി അങ്ങനൊരു പ്രാർത്ഥന നടത്തുകയാണ്. ഇനി അവന് മാനസാന്തരത്തിന് കാരണമാകുന്നത് ഈ അപകടം വഴിയാണെങ്കിൽ അത് നടക്കട്ടെ, കർത്താവിൻ്റെ ഹിതമതാണെങ്കിൽ നടക്കട്ടെ എന്ന് അമ്മ പ്രാർത്ഥിക്കുകയാണ്. സ്വാഭാവികമായും പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകനെക്കുറിച്ച് അമ്മ കേൾക്കുന്നത് വണ്ടിയിടിച്ച് ആശുപത്രിയിലാണ് എന്ന വാർത്തയാണ്. അമ്മ ആശുപത്രിയിലേക്ക് ഓടി പോകുന്ന വഴിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നൊരു പരിതാപം പോലെ കർത്താവിൻ്റെ ചിത്രത്തിലേക്ക് നോക്കുന്നുണ്ട്. പിന്നീട് ആശുപത്രിയിൽ ചെന്ന അമ്മ അറിയുന്നത് ഇവൻ വെൻറ്റിലേറ്ററിലാണ്. ഏതാനും ദിവസങ്ങൾ അവൻ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നുപോയി. പതിയെ ICUയിലേക്ക് മാറ്റി. അവിടെ നിന്ന് റൂമിലേക്ക് മാറ്റി. ഡോക്ടർ ഇവൻ്റെ രക്തമൊക്കെ പരിശോധിച്ച് എല്ലാ പരിശോധനയ്ക്ക് ശേഷം അമ്മയെ ഒളിപ്പിക്കുകയാണ്. അമ്മയോട് പറഞ്ഞു, ഇവൻ ഡ്രഗ്സിന് അടിമയായിരുന്നു, മദ്യവും മയക്കുമരുന്നുമായിട്ട് മുന്നോട്ട് പോയിട്ടിരുന്ന ഈ മകൻ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ആശുപത്രിയിലായതുകൊണ്ട് അതിൽ നിന്നൊരു വിടുതലുണ്ട്. അതുകൊണ്ട് ഇനി അതിനകത്തേക്ക് പോകാതെ ശ്രദ്ധിക്കണമെന്ന് ഈ അമ്മയോട് ഡോക്ടർമാർ പങ്കുവയ്ക്കുകയാണ്. ഈ അമ്മ അവിടെ ഉണ്ടായിരുന്ന ചാപ്പലിലേക്ക് ഓടിച്ചെന്ന് ദൈവസന്നിധിയിൽ നന്ദി പറയുകയാണ്, തൻ്റെ മകനെ തിരിച്ചു നൽകിയതിനെ ഓർത്ത്. ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഈ അമ്മയുടെ ത്യാഗപൂർണമായൊരു പ്രാർത്ഥനയുണ്ട് മകന് വേണ്ടിയുള്ളത്. അതാണ് ഈ മകനെ തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കാരണമാകുന്നത്. ഞാനത് പറയുമ്പോൾ വണ്ടി ഇടിക്കാൻ വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല, പക്ഷേ പറഞ്ഞു വരുന്നത് നമ്മളുടെ ത്യാഗപൂർണമായ വിശ്വാസപൂർണമായ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധി വലിയ വിലയുണ്ട്. മോനിക്ക പുണ്യവതി ജീവിതം കാണിച്ചു തരുന്നത് തന്നെയാണ്. തൻ്റെ മകൻ ആഗസ്തീനോസിന് വേണ്ടിയുള്ള മോനിക്ക പുണ്യവതിയുടെ നിരന്തരമായ പ്രാർത്ഥനയുണ്ട്. അംബ്രോസിൻ്റെ അടുത്ത് ചെന്ന് മോനിക്ക പുണ്യവതി പ്രാർത്ഥന നടത്തുമ്പോൾ അംബ്രോസ് അഗസ്തീനോസിനെ കുറിച്ച് പറയുക, കണ്ണീരിൻ്റെയും ത്യാഗത്തിൻ്റെയും ഈ മകൻ ഒരിക്കലും കൈവിട്ടു പോകില്ല എന്ന് മോനിക്ക പുണ്യവതി ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് അഗസ്തീനോസിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നതും ഇതുതന്നെയാണ്. 33 വർഷം ദുർഭകനായിട്ട് ജീവിച്ച മകൻ മാനസാന്തരത്തിലൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുന്നതും ഇന്ന് അൾത്താരയിൽ വണങ്ങപ്പെടുന്നൊരു വിശുദ്ധനായിട്ട് അമ്മയും മകനും കാണപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് വലിയ വിലയുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. 2-ാമത്തെ ചിന്ത, ഈ തളർവാദ രോഗിയെ സാധാരണഗതിയിൽ എല്ലാ അത്ഭുതങ്ങളും ഈശോ ചെയ്യുന്നത് അവരെ തൊട്ട് സുഖപ്പെടുത്തുന്ന രീതിയിൽ സംസാരം നടത്തുകയും ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുക, തളർവാദ രോഗിയോട് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹത്തിൻ്റെ പാപാവസ്ഥയാണ് രോഗത്തിന് കാരണമെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില രോഗാവസ്ഥകൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ കടന്നു വരുമ്പോൾ അതിൻ്റെ കാരണം എൻ്റെ പാപാവസ്ഥയാണോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കാരണമാകണം. നമ്മൾ ജോബിൻ്റെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ മറിച്ച് ഒരു കാര്യമാണ് കാണുക. നീതിമാനായ ജോബിനാണ് ഇതുപോലെ ദുരിതങ്ങളും രോഗങ്ങളും കടന്നു വരിക.
അപ്പോൾ വിശ്വാസത്തെയാണ് അവിടെ പരീക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം പരീക്ഷിക്കപ്പെടാനാണോ അതോ എൻ്റെ രോഗാവസ്ഥ ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെയാണോ എന്ന് ചിന്തിക്കാൻ ഈ വചനഭാഗം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. മൂന്നാമത്തെ ചിന്ത, ഈശോ ഈ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനെ യുക്തിസഹമായിട്ട് അല്ലെങ്കിൽ ഇവന് പാപം ക്ഷമിക്കാനുള്ള അധികാരമുണ്ടോ എന്ന് ചിന്തിക്കുന്നൊരു നിയമജ്ഞ സമൂഹത്തെ നമ്മളവിടെ കാണുന്നുണ്ട്. അവരുടെ മുമ്പിലാണ് ഇവരിങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ഈശോ അവരോട് പറയുന്നത് ഏതാണ് എളുപ്പം, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ അത് എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്നത്. അങ്ങനെ അവർക്ക് വേണ്ടി ഒരു അത്ഭുതം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ വിശ്വാസത്തെ ഒന്നും കൂടി ആഴപ്പെടുത്താൻ വേണ്ടി ദൈവം നൽകുന്ന അവസരമായിട്ട് ഇതിനെ കാണാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ 3 കാര്യങ്ങളും തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഈ ഭാഗത്തിൽ നിന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് തിരുസഭ മാതാവ് നൽകുകയാണ്. നല്ലൊരു വിചിന്തനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താനും തളർവാദ രോഗി നമുക്ക് നൽകുന്ന ഈ വചനഭാഗം നമുക്ക് നൽകുന്ന വിചിന്തനമനുസരിച്ച് ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.